എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ വില്ലന്മാര് അവരാണെങ്കില് നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് മേലെ അങ്ങനെ വട്ടവിട്ട് പറക്കും. ലൂഫിക്ക് എങ്ങനെയെങ്കിലും അതിലൊരു വണ്ടി അത് സ്വന്തമാക്കി അതൊന്ന് റൈഡ് ചെയ്യണം എന്ന് മാത്രമാണ് ആഗ്രഹം. ലൂഫി അങ്ങനെ എയിം ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു വണ്ടി ഹോൾഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഡ്രൈവറെ തള്ളി താഴേക്കിട്ട് ഇപ്പൊ അവൻ അതിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതിനുശേഷം സൂപ്പറായി അവൻ ആ വണ്ടി ഓടിക്കാൻ തുടങ്ങും. വില്ലന്മാർ പഠിച്ച പണി 18 നോക്കിയിട്ടും ലൂഫിയെ പിടിക്കാൻ പറ്റില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ വണ്ടി ഓടിച്ച് കളിക്കും. ഉടനെ വേറൊരു വില്ലൻ അവനാണെങ്കിൽ ഒരുപാട് ബോംബുകളൊക്കെ എടുത്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് എറിയാണ്. അപ്പോഴായിരിക്കും സാഞ്ചി അവൻ അവിടേക്ക് ചാടി വന്ന് കാല് വെച്ച് അറഞ്ച പൊറഞ്ച കറക്കി ആ ബോംബുകളെല്ലാം ദൂരേക്ക് അടിച്ചു തെറിപ്പിക്കും. ലൂഫി ആണെങ്കിൽ ആ വണ്ടി കറക്കി കറക്കി കടലിലേക്ക് ഇടിച്ചിറക്കും. പക്ഷെ ഓൾറെഡി അവൻ ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ ലൂഫിക്ക് ഇപ്പൊ നീന്താനായിട്ട് കഴിയില്ല. അത് കണ്ട് റൂക്കും ചോപ്പറും അവർ രണ്ടുപേരും കടലിലേക്ക് എടുത്തു ചാടുകയാണ്. ആക്ച്വലി അവർക്കും ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞ 3 പേരും ഇപ്പൊ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഒന്നും നോക്കില്ല, അവന്റെ കൈ നീട്ടി 3 പേരെ ഹോൾഡ് ചെയ്ത് സേഫായി കപ്പലിലേക്ക് കൊണ്ടുവരും. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ അവരോട് ദേഷ്യപ്പെടും. അത് കേട്ട് നാമിക്കും ടെൻഷൻ കയറി വരും. അവള് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ 3 പേരും ഇത്രയും വിഡ്ഢികളാണോ? നിങ്ങൾക്ക് ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ കടലിൽ നിങ്ങളെ കൊണ്ട് നീന്താൻ കഴിയില്ല എന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? തൊട്ടു പിന്നാലെ ബ്രൂക്കും ചോപ്പറും അവരും പറയും, ഞങ്ങളും അറിയാതെ കടലിലേക്ക് എടുത്തു ചാടിയതാണ്. ഇനി ഒരിക്കലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല. കട്ട് ചെയ്ത ഇവിടെ 3 പൈററ്റ്സ് അവരാണെങ്കിൽ ഇപ്പൊ കപ്പലിലുള്ള ആ മർമൈഡിനെയും ആ സ്റ്റാർ ഫിഷിനെയും എയിം ചെയ്യും. അതിനുശേഷം അവരെ പിടിക്കാൻ അവരുടെ അടുത്തേക്ക് പായും. പൈററ്റ്സിനെ കണ്ട് അവർ രണ്ടുപേരും നിലവിളിക്കും. അതേസമയം ഹച്ചി അവനും വിളിച്ചു പോവും, ദയവ് ചെയ്ത് അവരാരെങ്കിലും രക്ഷിക്ക്, ആ വില്ലന്മാര് അവരവളെ കൊന്നുകളയും. അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും വീഴാണ് അവന്റെ കൂട്ടിലൊരു വെട്ട്. ആ കൂട് തകർന്ന് ഹച്ചി താഴേക്ക് വീഴും. ആ കൂട് അത് തകർത്ത് കളഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ സോറോ ആണ്. ഹച്ചി ആണെങ്കിൽ ഇപ്പൊ സോറോട് താങ്ക്സ് പറഞ്ഞ് ആ 3 പൈററ്റ്സ് വില്ലന്മാര് അവരുടെ കയ്യിൽ നിന്ന് ആ മർമൈഡ് പെണ്ണിനെയും സ്റ്റാർ ഫിഷിനെയും അവർ രണ്ടുപേരെ രക്ഷിക്കാൻ അവരുടെ അടുത്തേക്ക് വരും. ഹച്ചി ആണെങ്കിൽ അവന്റെ കൈ അതങ്ങനെ കറക്കി 3 പേർക്കും 3 പഞ്ച് വെച്ച് കൊടുക്കും. ഉടനെ ആ പൈററ്റ്സ് അവരാ പഞ്ച് കിട്ടി അങ്ങനെ ആകാശത്തേക്ക് പറന്നു പോവും. ഹച്ചിയും സ്റ്റാർ ഫിഷും ആ മർമേഡ് ലേഡിയും അവർ 3 പേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വില്ലൻ അവൻ അങ്ങനെ പറന്ന് അവർക്ക് നേരെ പാഞ്ഞടുക്കാണ്. ഹാച്ചി ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ സോറോ അവിടേക്ക് ചാടി വീണ് ആ വില്ലനെ വെട്ടിയെറിയും. ഹാച്ചി ഉടനെ ഇപ്പൊ സോറോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും എന്നോട് ക്ഷമിക്കണം. മറ്റൊരു ഭാഗത്ത് ആ റൈഡേഴ്സ് അവരാണെങ്കിൽ അറഞ്ചം പുറഞ്ചം നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും. ഉടനെ ഡുവൽ അവനാണെങ്കിൽ ഇപ്പോ വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. ഉടനെ ഒരു വില്ലൻ വമ്പൻ റാഡൊക്കെ കറക്കി കറക്കി ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് നേരെ അങ്ങനെ കുതിച്ചു വരും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ വരവും സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ പ്രത്യേകിച്ച് ഒരു പ്ലാനുമായിട്ടല്ല വരുന്നതെന്ന്. സാഞ്ചി ലൂഫിയോട് പറയും, നീ ആ വണ്ടിയുടെ കാര്യം നോക്കണം, ആ വില്ലന്റെ കാര്യം അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് എടുത്തു ചാടും. ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡി വലുതാക്കി മാറ്റി ആ വണ്ടി തടയും. സാഞ്ചി ആ വില്ലനെ പിടിച്ചു വലിച്ച് ആറഞ്ചം പുറഞ്ച് അടിക്കും. ലൂഫി ആ വണ്ടി കറക്കി തിരിച്ച് കപ്പലിലാഞ്ഞടിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് അങ്ങനെ നീക്കി വെക്കാണ്. അതിനുശേഷം സാഞ്ചിയെ നോക്കി പറയും, നമുക്കിവനെ നൈറ്റ് ഡിന്നർ ആക്കാം. വില്ലന്മാരാണെങ്കിൽ വീണ്ടും അറഞ്ചം പുറഞ്ചം പറന്നു വരാണ്. അത് കണ്ട് ഉസോപ്പ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗോലി അതുപയോഗിച്ച് അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ബ്രൂക്ക് ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബ്രൂക്ക് പറയും, ഇതെന്റെ ഫസ്റ്റ് ഫൈറ്റ് ആണ്, സ്ട്രോഹാ ടീമില് എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞ് അവന്റെ സ്ക്വാഡ് എടുത്ത് മുകളിലേക്ക് വീശി എടുത്തു ചാടും. ബ്രൂക്ക് ആണെങ്കിൽ ആ വില്ലന്മാരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ വയലിൻ വായിക്കുകയാണ്. അത് വെറും വായനയല്ല, മറ്റുള്ളവരെ ഉറക്കാനുള്ള ഒരുതരം മ്യൂസിക്കാണ്. ആ ട്യൂണൊക്കെ കേട്ട് ഇപ്പൊ വില്ലന്മാർ ഉറങ്ങാൻ തുടങ്ങും. അവരുറങ്ങി എല്ലാവരും തന്നെ കടലിലേക്ക് അടിച്ചു വീഴും. വില്ലന്മാര് കടലിലേക്ക് അടിച്ചു വീഴുന്ന കണ്ട ബ്രൂക്ക് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അങ്ങനെ കടലിലൂടെ ഓടി വരാണ്. ലൂഫി ആണെങ്കിൽ ഒരു വണ്ടിയിലേക്ക് വീണ്ടും ഇപ്പൊ പാഞ്ഞ് കേറുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ വണ്ടി ഓടിക്കുന്നവൻ ബ്രൂക്കിന്റെ പാട്ട് കേട്ട് കൂർക്കം വലിച്ചുറങ്ങാണ്. ലൂഫി ആണെങ്കിൽ അവനെ എഴുന്നേപ്പിക്കാൻ പഠിച്ച പണി 18 ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ വണ്ടി അതടുത്തുണ്ടായിരുന്ന ഒരു കുടിലിൽ പോയി ആഞ്ഞെട്ടിക്കും. ലൂഫിക്കാണെങ്കിൽ ഒരുപാട് പരിക്കൊക്കെ പറ്റി അങ്ങനെ അടിച്ചു വീഴുന്നത് അത് മറ്റെവിടെയോ അല്ല, ആ മെയിൻ വില്ലൻ
ഡുവലിന്റെ റൂമിലാണ്. വൈദ്യൻ ഇച്ഛിച്ചതും രോഗി പുച്ഛിച്ചതും പാല്. ഡുവലിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ ഹെൽമെറ്റ് ഒക്കെ എടുത്തു വെച്ച് ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവനെ കണ്ട് ടെൻഷനാവും. അവൻ ചോദിക്കും, ഓ നീ എന്നെ കണ്ടല്ലേ, അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഗണ്ണെടുത്ത് ഇപ്പൊ ലൂഫിക്ക് നേരെ പോയിന്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സോറോയെ കാണിക്കും. അവനാണെങ്കിൽ ഒരല്പനേരം ഫൈറ്റ് ചെയ്യുമ്പോ തന്നെ മൊത്തത്തില് തളർന്നു പോവാണ്. ലൂഫിയുടെ ബോഡിയിലെ ആ ഒരു പെയിൻ അത് ഏറ്റെടുത്തതിൽ പിന്നെ അവന്റെ ബോഡി വീക്കാണ്. അതേസമയം ബ്രൂക്ക് ആണെങ്കിൽ വമ്പൻ ആക്ഷൻ ഒക്കെ ഇട്ട് അറഞ്ചം പൊറഞ്ചം ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ബ്രൂക്കിന്റെ സ്ട്രെങ്തും നല്ല രീതിയിൽ കുറഞ്ഞ് അവനും ഇപ്പൊ കപ്പലിലേക്ക് മടങ്ങി വരും. സോറോയ്ക്കാണെങ്കിൽ ബ്രൂക്കിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. സോറോ വീണ്ടും സംസാരിക്കാൻ പോലും വയ്യാതെ ഇപ്പൊ ശ്വാസം എടുത്തു വിടാണ്. അത് കാണുമ്പോ തന്നെ ബ്രൂക്കിന് പിടികിട്ടും സോറോയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെ മോശമാണെന്ന്. കറക്റ്റ് സമയത്ത് ഇപ്പൊ ഒരു വില്ലൻ അവനങ്ങനെ പറന്നു വന്ന് സോറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ഹച്ചി അവന്റെ 6 സ്ക്വാഡ് അതുപയോഗിച്ച് അവനെ വെട്ടി വീശാണ്. സോറോയ്ക്കാണെങ്കിൽ അത്ഭുതാവും. വന്ന് നമ്മുടെ വില്ലന്മാര് പോലും നമ്മളെ രക്ഷിക്കുകയാണല്ലോ, ഞാൻ ഇത്രയും യൂസ്ലെസ് ആണോ എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ വണ്ടടിച്ച് നിൽക്കും. ഹച്ചിയുടെ പെർഫോമൻസ് കണ്ട് മർമെയ്ഡിനും സ്റ്റാർ ഫിഷിനും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷാവും. അപ്പോഴായിരിക്കും വേറൊരു വില്ലൻ അവൻ ഹാച്ചിക്ക് നേരെ ഒരു റാഡ് എടുത്ത് വലിച്ചെറിയും. ഹച്ചി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ബ്രൂക്ക് അവനവന്റെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് ആ റാഡ് അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാണ്. ഉടനെ ഹാച്ചി ആണെങ്കിൽ ഇപ്പൊ ബ്രൂക്കിനോട് താങ്ക്സ് പറയും. അടുത്ത സെക്കൻഡ് വീണ്ടും ഒത്തിരി വില്ലന്മാര് അവർക്ക് നേരെ പറന്നു വരും. അതിൽ കൂടുതൽ പേരും ഇപ്പൊ ഫ്രാങ്കി ആയിരിക്കും പോയിന്റ് ചെയ്യുക. ജട്ടിയിട്ട് ഒരുത്ത നിൽക്കുന്നത് കണ്ടില്ലേ, അവനെ വേണം നമുക്ക് ആദ്യം അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് ആ വില്ലന്മാരാണെങ്കിൽ ഫ്രാങ്കിയെ കളിയാക്കും. അപ്പൊ തൊട്ടു മുകളിലായിട്ട് നമ്മുടെ നാമി അവളാണെങ്കിൽ ഓടിവായോ ഇവിടെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് നമ്മുടെ ആൾക്കാരെ ഇപ്പൊ കൈകാട്ടി വിളിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അവളെ കണ്ട് മൈൻഡ് ചെയ്യില്ല. കാരണം നാമി അവൾ ആ വില്ലന്മാരെയാണ് എയിം ചെയ്യുന്നതെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ വില്ലന്മാരാണെങ്കിൽ അവളെ കാണേണ്ട താമസം അവിടേക്ക് പാഞ്ഞടുക്കും. അവരങ്ങനെ പോയി അവളെ ആഞ്ഞെട്ടിക്കും. പക്ഷെ അത് റിയൽ നാമിയല്ല, അവളുടെ വെറും ഒരു പാവയാണ്. വില്ലന്മാർ ഇടിയൊക്കെ കൊടുത്ത് നേരെ അങ്ങനെ പോയി അവള് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബ്ലാക്ക് ക്ലൗഡ് അവിടെ പോയി ഇടിച്ച് ഇപ്പൊ വലിയ രീതിയിലുള്ള ലൈറ്റ്നിങ് പവറിൽ പെട്ടുപോവാണ്. ഒരു ഭാഗത്ത് റോബിനാണെങ്കിൽ അവളുടെ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അറഞ്ചം പൊറഞ്ചം വില്ലന്മാരെ തല്ലി ഓടിക്കും. ഉടനെ ആ വില്ലന്മാരുടെ ഇടയിലെ ഒരു വലിയ വില്ലൻ അവൻ നിലവിളിച്ചു പറയും, ആരും ഒരു കാരണവശാലും ബാക്ക് അടിക്കാൻ പാടില്ല, ഇത് വില കൊടുത്തും അവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഫ്രാങ്കിയെ തന്നെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രാങ്കി സിമ്പിളായി കൈനീട്ടി ഒരൊറ്റ ഇടിക്കും. അത് കണ്ട സ്റ്റാർ ഫിഷും മർമെയ്ഡ് പെണ്ണും അവർ രണ്ടുപേരും അങ്ങനെ ഫ്രീസ് ആയി പോവും. ഇവർക്ക് ആക്ച്വലി ഇത്ര എബിലിറ്റി ഉള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഉസോപ്പ് ആണെങ്കിൽ വമ്പ സ്പീഡില് ഒരുപാട് ഗോലുകള് ആ വില്ലന്മാർക്ക് നേരെ വലിച്ചടിക്കും. പക്ഷെ ആ വില്ലന്മാരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് വെട്ടിത്തിരിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഒസോപ്പ് ഫ്രാങ്കിയോട് കപ്പൽ മുൻപോട്ടെടുക്കാൻ പറയും. പക്ഷെ ഫ്രാങ്കിക്കാണെങ്കിൽ അതിന് കഴിയുന്നില്ല. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ജീവൻ കൊണ്ട് ഓടി വരികയാണ്. അവന്റെ തൊട്ടുപുറകില് മോൺസ്റ്ററിനെ പോലെ വലിയ എന്തോ ഒരു സാധനം. ഹച്ചിയാണെങ്കിൽ അതിനെ കണ്ടങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഉടനെ ആ മെയിൻ വില്ലൻ ഇപ്പൊ വലിയൊരു മോൺസ്റ്റർ കാലയുടെ പുറത്ത് അങ്ങനെ ഹായ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അവൻ വന്ന ഉടൻ തന്നെ അവന്റെ ടീമിലുള്ള ആൾക്കാരെ ചീത്ത വിളിക്കാൻ തുടങ്ങും. യു ഗായ്സ് ആർ അൺബിലീവബിൾ, നിങ്ങൾ ഇത്രയും വീക്കാണോ, നിങ്ങൾ ഫിഷർമാൻ ഫൈറ്റേഴ്സ് ആണ്, ഒരു കാരണവശാലും തോറ്റു കൊടുക്കാൻ പാടില്ല, ഫുൾ സ്ട്രെങ്ത് എടുത്ത് അവർ അറ്റാക്ക് ചെയ്യ്. അതിനുശേഷം അവൻ ലൂഫിയെ നോക്കാതെ കപ്പലിലേക്ക് നോക്കി പറയും, ഞാൻ ഈ ഗതിയിലാവാനുള്ള ഏക കാരണക്കാരൻ അത് നീയാണ്. എനിക്കിനി മർമെയ്ഡിനെയോ ഫിഷർമാനെയോ സ്റ്റാർ ഫിഷിനെയോ അങ്ങനെ ആരെ ആവശ്യമില്ല. എനിക്ക് ആവശ്യം എന്റെ ശത്രുവായ സാഞ്ചി നിന്നെ മാത്രമാണെന്ന് പറഞ്ഞ് അവൻ അലറും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഞാനടക്കം എല്ലാവരും കരുതിയത് ആ വില്ലൻ പോയിന്റ് ചെയ്യുന്നത് ലൂഫി ആണെന്നാണ്. പക്ഷേ അവന്റെ യഥാർത്ഥ ശത്രു അത് സാഞ്ചിയാണ്. സാഞ്ചി ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഫ്രാങ്കി ചോദിക്കും, നീ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ വെച്ച് ആരോടെങ്കിലും ഫൈറ്റ് ചെയ്തിരുന്നോ? അവൻ തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും. അങ്ങനെ ആരെങ്കിലും അവൻ അടിച്ച് ചമ്മന്തിയാക്കി അവന്റെ ശത്രുവായി മാറിയോ എന്ന് സാഞ്ചി അങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴേക്കും ആ വില്ലൻ അവനാണെങ്കിൽ ഹർപ്പൂണൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. അതിൽ നിന്നാണെങ്കിൽ വൈറ്റ് കളറിൽ കുറെ ഫോഗൊക്കെ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ വില്ലൻ അവൻ അയച്ച വെപ്പനില് സ്കോർപിയൻസിന്റെ പോയിസൺ അത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആൾക്കാരുടെ ബോഡിയിൽ തട്ടിയ ഉറപ്പായിട്ടും
അവരുടെ കാറ്റ് പോവും. സാഞ്ചി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ വില്ലനോട് നീ ആരാണെന്ന് ചോദിക്കും. പക്ഷെ അവൻ കൃത്യമായ റിപ്ലൈ ഒന്നും പറയാതെ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ലൂഫി സാഞ്ചിയോട് പറയും, നീ ഒരുപാട് വണ്ടർ അടിക്കണ്ട, അവനെ ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞു. ലൂഫി ഓടി വന്ന് അവന്റെ മാസ്കിൽ ആഞ്ഞൊരു ചവിട്ട്. ആ മാസ്ക് ആണെങ്കിൽ തെറിച്ച് ദൂരേക്ക് പോകും. അവനെ കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ വീണ്ടും സാഞ്ചിയെ തന്നെ ഫോക്കസ് ചെയ്ത് അവന്റെ ആ ഒരു ബൗണ്ടി പോസ്റ്റർ അത് കാണിച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഇപ്പൊ ആ ഒരു വില്ലനെ കാണിക്കും. ആക്ച്വലി സാഞ്ചിയുടെ വാണ്ടഡ് പോസ്റ്ററിലുള്ള ആ ഒരു ഫേസിന്റെ ഉടമയാണ് ഈ ഒരു വില്ലൻ. അവൻ നിലവിളിച്ചു പറയും, ഞാൻ നീയല്ല, ഞാൻ വേറെയാണ്. പക്ഷേ എല്ലാവരും എന്റെ പിന്നാലെയാണിപ്പോ. നീ കാരണം, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച് കരയും. സാഞ്ചി ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവനോട് പറയും, ഇതെന്റെ തെറ്റല്ല, സോ ഒരു കാരണവശാലും നീ എന്നെ ശത്രുവായിട്ട് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ദേഷ്യപ്പെട്ട് നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.